ഹായ് ഗൈസ്, അങ്ങനെ ഈ കൊല്ലത്തെ നിഫ്റ്റ് സിറ്റുവേഷൻ ടെസ്റ്റിൻ്റെ എക്സാംസ് ഈ കഴിഞ്ഞ സൺഡേ കഴിഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിരിക്കും ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സ്റ്റുഡൻസിൻ്റെ റിവ്യൂവും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് നമ്മൾ നോക്കുന്നുണ്ടാവും. ആൻഡ് ഇറ്റ്സ് മീ ഷ്യാം. It's me Sachin. And we are from Think Institute of Design. സോ സാധാരണ നമ്മുടെ NID സ്റ്റുഡിയോ ടെസ്റ്റ് പോലെ അങ്ങനെ അധികം കോംപ്ലക്സ് ആക്കാറില്ല പൊതുവെ നിഫ്റ്റ് സിറ്റുവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം NID എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഫോർമാറ്റിലുള്ള എക്സാമിനേഷൻസ് ഒക്കെ ആയിരിക്കും, അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ബട്ട് പൊതുവെ നിഫ്റ്റ് സിറ്റുവേഷൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു 3D മോഡലാണ് അവർ ബിൽഡ് ചെയ്യേണ്ടത് വിത്ത് എ ഗിവൺ സെറ്റ് ഓഫ് മെറ്റീരിയൽസ്. ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതിയാവും. ആൻഡ് 2 hours ആണ് എക്സാമിനേഷൻ ടൈമിങ്ങും വരുന്നത്. പൊതുവെ കൺഫ്യൂസിങ് ആയിട്ടോ അല്ലെങ്കിലോ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടോ അങ്ങനെ വരാറില്ല സാധാരണ. കാര്യം എക്സാക്ട് സെയിം പാറ്റേൺ തന്നെയാണ് എല്ലാ കൊല്ലവും റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മോഡൽസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ശ്യാം സാർ, പൊതുവെ എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റുഡൻസ് എക്സാമിനേഷൻ കഴിഞ്ഞുള്ള ഒരു റിവ്യൂ? സ്റ്റുഡൻസിന്റെ പൊതുവെ റിവ്യൂ എന്ന് പറയുന്നത് മോഡറേറ്റ് ആൻഡ് ഈസി എന്നുള്ള ഒരു ലെവലിലായിരുന്നു. അപ്പോൾ അത്യാവശ്യം അവർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. റൈറ്റപ്പ് ഒക്കെ ആയാലും എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. മോഡറേറ്റ് ആ രീതിക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. എനിക്കൊന്ന് നമ്മുടെ പോളിലാണെങ്കിലും കൂടുതൽ സ്റ്റുഡൻസും ഒരു മോഡറേറ്റ് ആണ് ഏറ്റവും ഒരു ഹയർ പെർസെൻറ്റേജ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് മോഡറേറ്റ് ഈസി തന്നെയാണ് മെജോറിറ്റി പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു യൂഷ്വലി ഈ പറഞ്ഞ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നിഫ്റ്റ് പൊതുവെ ഈസി ആവാറുമുണ്ട്. ഇക്കൊല്ലവും അങ്ങനെ മീൻസ് ടഫ് എന്നുള്ള രീതിയിലേക്ക് ഒന്നും പോയിട്ടുമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിഫ്റ്റിന് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇൻ ഡെപ്തിൽ തന്നെ ഇനി എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ തന്നെ നമുക്ക് നോക്കി പോവാം. സോ ശ്യാം സാർ, നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാമല്ലേ? സോ ഗൈസ്, നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മൾ യൂഷ്വലി ഡിസ്കസ് ചെയ്യാറുള്ളത് പോലെ തന്നെ സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്നാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സോ അവരുടെ മെമ്മറിയിൽ നിന്നിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മേ ബി ഇതിനകത്ത് സ്ലൈറ്റ് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ അനാലിസിസിലേക്ക് തന്നെ പോവാം. ഓരോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എന്തൊക്കെയാണ് മെറ്റീരിയൽ ഉണ്ടായിരുന്നത്, എന്തെങ്കിലും സർപ്രൈസ് മെറ്റീരിയൽ ഉണ്ടായിരുന്നോ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകും. സോ ശ്യാം സാർ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന മെറ്റീരിയൽ ലിസ്റ്റ് എന്തൊക്കെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 10 ടൂത്ത്പിക്സ്, 10 ഐസ്ക്രീം സ്റ്റിക്ക്, അലുമിനിയം വയർ, 1 ജൂട്ട് ത്രെഡ്, 3 പേസ്റ്റൽ കളർ പേപ്പർ, 1 മൗണ്ട് ബോർഡ്, 1 ഐവറി ഷീറ്റ്, 1 ന്യൂസ് പേപ്പർ ഷീറ്റ്, 12 കളേർഡ് വുഡൻ ക്യൂബ്സ്, ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. ഓക്കെ, സോ ഇത്രയായിരുന്നു നമുക്ക് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നത് ഈ തവണ. ഇതിൽ സാധാരണഗതിയിൽ ഒരു 20 to 15 മെറ്റീരിയൽസ് ഉണ്ടാവും. ബട്ട് ഇത്തവണ ഇത്രയും മെറ്റീരിയൽസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഇവർ മാൻഡേറ്ററി ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഈ 12 ക്യൂബ്സും മോഡലിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. എനിക്കൊന്ന് പലരും അത് മിസ്സാക്കിയിട്ടുണ്ട്. അതെ, അപ്പോൾ അത് മാൻഡേറ്ററി ആയിരുന്നു. പിന്നെ ഉള്ളത് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് പറയുമ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഓർ ചോയ്സ് ആയിട്ട്. അപ്പൊ അതിൽ ഒരെണ്ണം ഒരു ഫങ്ഷണൽ പ്രോഡക്റ്റ് ഡിസൈനും പിന്നെ ഒരു വിൻഡോ ഡിസ്പ്ലേ. അപ്പൊ ഇതിൽ ഫങ്ഷണൽ പ്രോഡക്റ്റ് ഡിസൈനിൽ വന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും സബ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കിഡ്സിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ്, പിന്നെ എൽഡർലി സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റും, പിന്നെ മൂന്നാമതായിട്ട് കോളേജ് ക്യാൻറ്റീൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റും. അപ്പൊ ഇങ്ങനെയായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിലേതെങ്കിലും ഒന്ന് അവർക്ക് ചൂസ് ചെയ്തിട്ട് ഒരു ഫങ്ഷണൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അങ്ങനെയായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വിൻഡോ ഡിസ്പ്ലേ. സാധാരണഗതിയിൽ എല്ലാ നിഫ്റ്റിന്റെയും ക്വസ്റ്റ്യനിൽ വിൻഡോ ഡിസ്പ്ലേ കാണാറുള്ള ഒരു സ്പേസ് ഡിസൈൻ ക്വസ്റ്റ്യൻ ആ ഒരു രീതിക്കാണ്. അപ്പൊ അതേപോലെ തന്നെ ഇത്തവണ ഒരു വിൻഡോ ഡിസ്പ്ലേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ ഫാഷൻ ആക്സസറീസിന് വേണ്ടിയിട്ട് ഒരു വിൻഡോ ഡിസ്പ്ലേ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബുക്സ്, അതും അല്ലെങ്കിൽ ഫുഡ് ഓറിയന്റഡ് ആയിട്ട്. അപ്പം ഇങ്ങനെയായിരുന്നു വിൻഡോ ഡിസ്പ്ലേയുടെ ക്വസ്റ്റ്യൻ വന്നിരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മോഡൽ എക്സാമിനേഷനും നമ്മൾ വിൻഡോ ഡിസ്പ്ലേയും സ്പേസ് ഡിസൈൻ ആയിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു തിങ്കള സ്റ്റുഡൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ശ്യാം സാറാണത് ചെയ്തിരുന്നെങ്കിൽ ഏതൊരു ചൂസ് ചെയ്യായിരുന്നു? ഞാനായിരുന്നെങ്കിൽ വിൻഡോ ഡിസ്പ്ലേ തന്നെ എടുത്തേനെ, അതും ബുക്സ് വെച്ചിട്ട്. കാരണം എന്താ പറയുമ്പോഴത്തേക്ക് നമുക്ക് മെറ്റീരിയൽസ് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതേപോലെ തന്നേക്കുന്ന മെറ്റീരിയൽസും ഓൾമോസ്റ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അപ്പൊ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. അപ്പം ഇതിന്റെ ഇവാലുവേഷൻ ആയാലും എന്താ കൂടുതൽ മെറ്റീരിയൽ എങ്ങനെ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്തു, എങ്ങനെ നീറ്റ് ആയിട്ട് അത് പ്രസന്റ് ചെയ്തു, എത്രത്തോളം ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ കൊണ്ടുപോയി. അപ്പൊ ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് ഇവാലുവേഷൻ നോക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ മെറ്റീരിയൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഫങ്ഷണൽ പ്രോഡക്റ്റിലൊക്കെ ആകുമ്പോൾ കുറച്ച് എങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും അവിടെ കുറച്ച് മെറ്റീരിയൽ ബാക്കി വരും. പക്ഷെ വിൻഡോ ഡിസ്പ്ലേ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും ഒരു മിനിയേച്ചർ പ്രോഡക്റ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ചും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കൂടുതലായിട്ട്. അതേപോലെ കുട്ടികളെല്ലാരും പറഞ്ഞത്
ഒന്നാമത് എക്സാം മോഡറേറ്റ് ഈസി എന്നുള്ള ലെവലായിരുന്നു. അതേപോലെ റൈറ്റപ്പും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിരുന്നു. അത്യാവശ്യം ഓക്കെ ആയിട്ട് തന്നെ എല്ലാവരും റൈറ്റപ്പ് ചെയ്തിരുന്നതെന്നാണ് പറഞ്ഞത്. സോ അതും എനിക്കൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്ന് തോന്നുന്നു. റൈറ്റപ്പും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ. സോ അപ്പം ഇൻ ജനറൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്ന് തന്നെയാണ് കരുതുന്നത്. അതുപോലെ എനിക്കൊന്ന് നിഫ്റ്റ് സ്പോട്ട് ഇവാലുവേഷനും കൂടെയാണ്. അപ്പൊ തന്നെ ആയിരിക്കും അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്കൊന്ന് ഉടനെ തന്നെ നിഫ്റ്റിന്റെ റിസൾട്ട് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഓൾറെഡി ക്യാറ്റ് എക്സാമിനേഷൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഷോർട്ട് ലിസ്റ്റഡ് ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതും ഓൾറെഡി ഇവാലുവേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഉടനെ തന്നെ ഇതിന്റെ റിസൾട്ട്സും മിക്കവാറും അവൈലബിൾ ആകും. ഓക്കെ. സോ എനിക്കൊന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനും കൂടെ അപ്പൊ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത് NIDയുടെ ഇൻ പേഴ്സൺ റൗണ്ട് ഒക്കെയാണ് ഇനി ബാക്കിയുള്ള ഒരു ഡിസൈൻ എക്സാമിനേഷൻ. യൂസിറ്റ് കഴിഞ്ഞു, അതിന്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ് ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെഫ്റ്റ് കഴിഞ്ഞു, റിസൾട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഇനി NIDയും കൂടെ ഉള്ളൂ. അതോടുകൂടി ഈ ഒരു അക്കാഡമിക് ഇയറിലെ എല്ലാ പരിപാടിയും കഴിയും. പിന്നെ ആകെ വരുന്നത് നമ്മുടെ ആർക്കിടെക്ചർ ആസ്പിറൻസിനുള്ള നാറ്റ എക്സാമിനേഷൻസാണ് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ എനിക്കൊന്നു ഈ അക്കാഡമിക് ഇയറിലെ എല്ലാ എക്സാമിനേഷൻസും ഓവറായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തു എന്ന് തന്നെയാണ് കരുതുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളിപ്പം പറഞ്ഞതിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അത് ആഡ് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുന്ന ഏതെങ്കിലും കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ജൂനിയേഴ്സിനൊക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നെഫ്റ്റ് സിറ്റുവേഷൻ ടെസ്റ്റ് എന്നുള്ളത് കമന്റ് ചെയ്യാം. നിങ്ങൾ ഏത് ക്വസ്റ്റ്യനെ ചൂസ് ചെയ്തതെന്നും കൂടെ പറഞ്ഞേക്കാം. ആൻഡ് ഓൾസോ നേരത്തെ ഞാൻ ഡിസ്ക്ലൈമർ പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് സ്റ്റുഡൻസിന്റെ മെമ്മറിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. സോ മെറ്റീരിയൽസിനാണെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിലും അത് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ക്വസ്റ്റ്യൻ ടോപ്പിക്കുകളിലും നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. സോ ഗൈസ്, NID IIT നിഫ്റ്റ് ഇതാണ് നിങ്ങളുടെ ഡ്രീം കോളേജ് എങ്കിൽ നിങ്ങൾക്കായി തിങ്കിന്റെ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ May 6th, May 11th ഡേറ്റ്സിനാണ് തിങ്കിന്റെ ഫസ്റ്റ് ബാച്ച് ഓഫ് റിപ്പീറ്റേഴ്സ് ബാച്ച്. BDSനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള NID IIT നിഫ്റ്റ് എക്സാമിനേഷനെ കോംപ്രിഹെൻസീവ് ആയിട്ട് കവർ ചെയ്യുന്ന തിങ്കിന്റെ BDS റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രം, എറണാകുളം, തൃശ്ശൂർ, കോട്ടക്കൽ, കാലിക്കറ്റ്, കണ്ണൂർ ഈ 6 ബ്രാഞ്ചുകളിലും തിങ്കിന്റെ പുതിയ ഡിസൈൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് 3 ഡിസൈൻ എക്സാമിനേഷനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ബാച്ചസ് ആണ് നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അത്രയും ഡീറ്റെയിൽ ഔട്ട് ചെയ്തിട്ടുള്ള ഒരു കരിക്കുലം, അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, അത്രയും മികച്ച സ്റ്റഡി മെറ്റീരിയൽസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിങ്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് BDS റിപ്പീറ്റേഴ്സ് ബാച്ചിനെ പറ്റിയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ 8086111933 കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അല്ലാതെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തിങ്കിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കമന്റ് സെക്ഷനിലൊക്കെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, ഇറ്റ്സ് മീ സച്ചിൻ, ഇറ്റ്സ് മീ ശ്യാം, സൈനിങ് ഓഫ്.